നമസ്തേ. നമ്മുടെ 21 ഡേയ്സ് യോഗ ചലഞ്ചിൻ്റെ ഡേ 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുൾ ബോഡി സ്ട്രെച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് മുഴുവൻ ശരീരത്തെയും ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള യോഗ സെഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളല്ല, ബേസിക് ആയ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും ലാസ്റ്റ് ഡേയിലൊക്കെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ യോഗയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡേ 1 മുതൽ ഫോളോ ചെയ്യാവുന്നതാണ്, ഓരോ വീഡിയോ നോക്കിയിട്ട്. എല്ലാ ദിവസവും സെഷന് മുൻപായിട്ട് സ്വന്തമായിട്ടൊരു വാമപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സെഷനിലേക്ക് കിടക്കുക കേട്ടോ. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ലൂസനിങ് ചെയ്തു പോവാം, ജസ്റ്റ് കുറച്ച് ജോയിൻസ് മാത്രം. അതിനുശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഒന്ന് കണ്ണടച്ചിരിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ വെക്കാം. കുറച്ച് തവണ ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്തു വിടാം. ഡീപ്പ് ഇൻഹേലും ഡീപ്പ് എക്സേലും. സ്വന്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കാലുകൾ, കൈകൾ, വയറ്, നെഞ്ച്, ചുമലുകൾ, കഴുത്ത്, നെറ്റിയുടെ ഭാഗം, കണ്ണുകൾ, മുഴുവൻ ശരീരത്തിലൂടെയും നമ്മളൊന്ന് കടന്നുപോയി എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചു. മനഃപൂർവ്വം മനസ്സിലേക്കൊരു സന്തോഷമൊക്കെ കൊണ്ടുവരിക. കൈകൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെച്ചോ. എന്നിട്ട് സന്തോഷത്തോടെ പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തു പോകുന്നത് ഓരോന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 9 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, അത് നമ്മൾ നോർമൽ രീതിയിലാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളിനി ചെയ്തു പോകുന്ന സമയത്ത് ഓരോ മൊമെൻറ്റും വ്യക്തമായിട്ട് അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. നിങ്ങളെ പെർഫെക്ഷനോ ഫ്ലെക്സിബിലിറ്റി ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന രീതി ആസ്വദിച്ച് ചെയ്യാൻ ഇരിക്കുക. പതുക്കെ ആസ്വദിച്ച് അങ്ങനെ പോട്ടെ. അവിടെ നമുക്കൊരു ആഴത്തിലുള്ള റിലാക്സേഷനും ഒരു തിരിച്ചറിവും ഒരു സമാധാനവും ഒക്കെ പതുക്കെ പതുക്കെ ഫീൽ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് കണ്ണടച്ച് വെച്ചോളൂ. എന്നിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തു. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ട്. ഇൻഹേൽ ബാക്കിലേക്ക്, എക്സേൽ മുന്നിലേക്ക്. താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യട്ടെ കേട്ടോ. ബ്രീത്ത് ഇൻ, കഴുത്തിന് മുൻവശം ശരിക്ക് വലിയട്ടെ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിവർത്തി കൊണ്ടുവരിക. രണ്ട് വശങ്ങളിലേക്ക് നമുക്കിനി ചെയ്യാം. ബ്രീത്ത് ഇൻ, തല തിരിച്ച് റൈറ്റിലേക്ക് നോക്കി, കഴുത്ത് പിരിഞ്ഞതുപോലെ അല്ലേ. ബ്രീത്ത് ഔട്ട്, ലെഫ്റ്റിലേക്ക്. ബ്രീത്ത് ഇൻ, ശരിക്കും അത് മൂവ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യൂ പതുക്കെ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒരേ താളത്തിൽ ശ്വാസത്തിന് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് വേറെ എവിടെയും മനസ്സ് പോവാതെ നിവർത്തി കൊണ്ടുവരാം.
ഒരു സൈഡിലേക്കൊന്ന് ചരിച്ച് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. നിവർത്തി കൊണ്ടുവരാം. ഇനി നിങ്ങളുടെ ഇടത് കൈ ബാക്കിൽ വെക്കുക, നേരെ പുറകിൽ. യോഗ ബ്ലോക്ക് എല്ലാവരും വാങ്ങിയോ? ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് എടുത്ത് നേരെ പുറകിൽ വെച്ച് അതിൽ വെക്കുക കൈ കേട്ടോ. അതുപോലെ നമ്മുടെ വലത് കൈ അല്ലേ, വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ ക്രോസിന് വെച്ചു നമ്മൾ. എന്നിട്ട് ഒരു ശ്വാസം എടുക്കാം. ആ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിയട്ടെ. അപ്പർ ബോഡി ശരിക്കും തിരിച്ച് മാക്സിമം തിരിഞ്ഞ് പുറകിലേക്ക് നോക്കുക. ടോട്ടൽ ബോഡി തിരിഞ്ഞിരിക്കുക അല്ലേ. ഇങ്ങനെ നിന്നുകൊണ്ട് ആഴത്തിലുള്ള ശ്വാസം. പതുക്കെ നിവർത്തി കൊണ്ടുവരാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. ശരിക്കും ശരീരം തിരിയട്ടെ. പതുക്കെ നിവർന്ന് വരാം. നമ്മുടെ രണ്ട് കൈകളും ലോക്ക് ചെയ്യുക. നേരെ മുകളിലേക്ക് ടൈറ്റ് ചെയ്യുക. ടൈറ്റ്. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ മുൻപിലേക്ക് ഒരു ചായ്വ് പാടില്ല. ശരിക്ക് ചെസ്റ്റൊക്കെ ഓപ്പൺ ആക്കി മുകളിലേക്ക് ടൈറ്റ് ചെയ്യാണ്. ഫുൾ ബോഡി വലിച്ച് നിവർത്തി സ്ട്രെച്ചായിട്ട് പിടിച്ചിട്ട് കണ്ണടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ബ്രീത്ത് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വശങ്ങളിലൂടെ കൈകൾ താഴ്ത്തി പതുക്കെ നിലത്ത് വെക്കുന്നു. നമ്മുടെ വലത് കൈ ഇൻഹേൽ കേട്ടോ, ബ്രീത്ത് എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തി മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്തു. മറ്റേ കൈ ഫ്ലോറിലാണ്. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് വളഞ്ഞ് ശരിക്കും വളഞ്ഞ് താഴ്ന്നു വന്നു. നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആണ്, നോട്ടം മുന്നോട്ടാണ്. അല്ലെങ്കിൽ കണ്ണടച്ച് വെക്കുക. അപ്പോഴും കൈ ചെവിയുടെ മുകളിൽ അല്ലേ, മേലെ വശത്ത് നിവർന്ന് നിൽക്കുകയാണ്, മടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട്. ശരീരത്തിൻ്റെ ഒരു സൈഡ് വലിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാം. ഇൻഹേൽ ചെയ്ത് നിവർന്ന് വരാം. എക്സേൽ പതുക്കെ റിലീസ് ചെയ്തു. ഓപ്പോസിറ്റ്. ഇൻഹേൽ ലെഫ്റ്റ് ഉയർത്തി മുകളിലേക്ക് ടൈറ്റ് കൊടുത്തു. എക്സേൽ വലത് വശത്തേക്ക് വളഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാം. പതുക്കെ നിവർന്ന് വരുന്നു. ബ്രീത്ത് ഔട്ട്. കൈകൾ റിലീസ് ചെയ്തു. ഇനി രണ്ട് കൈകളും ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി മുൻപിലേക്ക് ഓപ്പൺ ആക്കി പിടിച്ചു. അപ്പോൾ നിവർത്തുക എന്നൊക്കെ പറയുമ്പോൾ ശരീരം ഫുള്ളൊന്ന് വലിച്ച് നിവർത്തി കൊടുക്കുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുൻപിലേക്ക് മുന്നോട്ട് ബെൻഡ് ചെയ്തു കൈയൊക്കെ നീട്ടി വെച്ച് ഹോൾഡ് ചെയ്യുക. പതുക്കെ ബ്രീത്ത് എടുത്ത് നിവർന്ന് വരാം.
ബ്രീത്ത് ഔട്ട്. കൈകൾ റിലീസ് ചെയ്തു. റിലാക്സ്. ഇനി നമ്മൾ നിവർന്നിരുന്നിട്ട് ബോഡി റൊട്ടേഷൻ. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ പോകുന്നത് കുറച്ച് പതുക്കെയാണ്, അതൊരു താളത്തിലാണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളത് ആസ്വദിക്കണം. ചുമ്മാ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വെക്കരുത്. ആസ്വദിച്ച് കണ്ണൊക്കെ അടച്ച് ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ അങ്ങനെ ഒഴുകിയാൽ മതി. ഫസ്റ്റ് നമ്മൾ നിവർന്നിരിക്കുക. എന്നിട്ട് ഒരു ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മുന്നിലേക്കൊന്ന് ബെൻഡ് ചെയ്തു. എന്നിട്ട് ഇൻഹേൽ. വലതുവശത്തൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് റൊട്ടേഷൻ. എക്സേൽ. ലെഫ്റ്റിലൂടെ ആ റൗണ്ട് കംപ്ലീറ്റ്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. ഇവിടുന്ന് നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. ശരിക്ക് ഹിപ്പ് മൂവ് ചെയ്യട്ടെ. ഒരു റൗണ്ട് കൂടി ചെയ്യൂ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാലുകൾ കുറച്ചൊന്ന് വിട്ട് വെക്കുക. രണ്ട് കാലുകളും കുറച്ച് അകന്നിരിക്കട്ടെ കേട്ടോ. അകത്തി വെച്ചു. എന്നിട്ട് എക്സേൽ, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് രണ്ട് കാലിനെയും ഒരു സൈഡിലേക്കൊന്ന് മറച്ച് വെച്ചു. രണ്ട് നീയും നിലത്ത് വെക്കട്ടെ. ഹിപ്പൊന്ന് നിവർത്തി കൊടുക്കുക. വീണ്ടും ഇൻഹേൽ, നിവർന്നു വന്നു. എക്സേൽ, ഇൻഹേൽ, നിവർന്നു വരാം. എക്സേൽ, ഇൻഹേൽ, നിവർന്നു വരാം. എക്സേൽ, ഇൻഹേൽ, നിവർന്നു. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, കാലുകൾ ഒന്ന് ചേർത്ത് വെച്ചു. എന്നിട്ട് പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ച് ലൂസാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പറ്റുന്നത് പോലെ, നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ണടച്ച് വെച്ചോളൂ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ പതുക്കെ ഇതിലൊന്ന് മാറുകയാണ്. മുട്ട് കുത്തി നിന്ന് എല്ലാവരും ഒന്ന് കറക്റ്റ് ലെവലിൽ മുട്ട് കുത്തി നിൽക്കുക. ക്യാറ്റ് ആൻഡ് കൗ പോസിലേക്ക് വരാം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് ആ ചെയ്യുന്ന കാര്യത്തിൽ ലയിച്ച് മുഴുകി ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റും നമുക്ക് താനേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ ആസ്വദിച്ച് ഒരേ താളത്തിൽ കൃത്യമായ ബ്രീത്തോട് കൂടി ചെയ്യുക കേട്ടോ. കൈകൾ പതിച്ചു വെച്ചു. എന്നിട്ട് ഇൻഹേൽ, തല ഉയർത്തി മുകളിലേക്ക് നോട്ടം. നട്ടെല്ല് താഴേക്ക് വളച്ചു കൊടുക്കുക. എക്സേൽ, നട്ടെല്ല് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ,
Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. സ്പൈനിന് ശരിക്കും ഒരു ആക്ഷൻ കൊടുക്കുക കേട്ടോ. അതുപോലെ നെക്കിൻ്റെ ഭാഗമൊക്കെ വലിഞ്ഞു നിൽക്കട്ടെ. ബ്രീത്ത് ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. നേരെ നമ്മൾ കാലിലേക്ക് ഇരിക്കുകയാണ്, വജ്രാസൻ. അപ്പോൾ ചൈൽഡ് പോസിലേക്ക് പോവാണ്. കാലുകൾ ചേർത്ത് വെക്കുക. കാല് നമ്മളിനി മുൻപിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നെറ്റിയുടെ പോർഷൻ നിലത്ത് ടച്ച് ചെയ്യാൻ പറ്റാത്തവർ ഒരു ബ്ലോക്ക് എടുത്തിട്ട് അവിടെ എങ്ങനെ വെക്കുക, യോഗ ബ്ലോക്ക്, അതിന് മേലേക്ക് നെറ്റി വെക്കുക കേട്ടോ, എത്താത്തവർ. ആദ്യം നമ്മളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ആ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്കൊന്ന് പതുക്കെ ഒന്ന് കിടക്കുന്നു. ഇവിടെ ഹോൾഡ് ചെയ്യും. കണ്ണുകൾ അടച്ചു വെക്കുക. നെറ്റിയുടെ നടുവിലേക്ക് ശ്രദ്ധ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിവർന്ന് വരാം. നിവർന്ന് വന്നു. എന്നിട്ട് നമ്മൾ കൈകൾ രണ്ടുമൊന്ന് പതിച്ച് വെച്ചേ. രണ്ട് കൈയിലും രണ്ട് കാലിലും ഒരേപോലെ നിൽക്കുന്നു. ഇനി ക്രോസിനാണ് ചെയ്യുന്നത്. വലത് കൈയും ഇടത് കാലും സ്ട്രെച്ച് ചെയ്തു, നിവർത്തി ടൈറ്റ് കൊടുത്തു. ബ്രീത്ത് ഔട്ട്, പതുക്കെ താഴെ വെച്ചു. വീണ്ടും ബ്രീത്ത് ഇൻ, ടൈറ്റ് കൊടുത്തു. ബ്രീത്ത് ഔട്ട്, പതുക്കെ താഴെ വെച്ചു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇപ്പം തിരക്ക് കൂട്ടാതെ ഈ ഒരു ആക്ഷൻ എത്ര പതുക്കെ ആക്കാൻ പറ്റും നോക്കുക, അല്ലേ? നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൈയും കാലും നിലത്ത് വെക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നും, ഒരു ബാലൻസിൻ്റെ ഇഷ്യൂ. ബോധപൂർവം നമ്മളതിനെ പതുക്കെ ആക്കുക. ചെയ്തു നോക്കി. പതുക്കെ താഴേക്ക് വെക്കാം. വീണ്ടും ഒന്ന് കാലിലേക്ക് ഇരിക്കുക കേട്ടോ. കാലിലേക്ക് ഇരിക്കാം. എന്നിട്ട് ഒരു പപ്പി പോസ് എന്ന് പറയും, പപ്പി പോസിലേക്ക് വരാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിൽ നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് നിലത്ത് വെക്കുകയാണ് ഉദ്ദേശം. ഈ ചെസ്റ്റിനെ നമുക്ക് നിലത്തേക്ക് മുട്ടുന്നില്ല, അവിടെ അങ്ങനെ വളഞ്ഞ് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ അടിയിലൊരു പില്ലോ എടുത്ത് വെച്ചിട്ട് അതിന് മേലേക്ക് ചെസ്റ്റ് വെക്കാൻ നോക്കാം. പതുക്കെ മുന്നിലേക്ക് കിടക്കുക. തൈസ് കുത്തനെ തന്നെ നിൽക്കട്ടെ കേട്ടോ, തൈസിൻ്റെ ഭാഗം. എന്നിട്ട് നട്ടല് വളച്ച് താടി ചെസ്റ്റ് താഴെ വെച്ചു. ഹോൾഡ് ചെയ്തോളൂ. പതുക്കെ
കൈകുത്തി നിവർന്ന് വരാം. നിവർന്ന് വന്നു. എന്നിട്ട് കാലുകൾ രണ്ടും ചേർത്ത് വെക്കാം. ചേർത്ത് വെച്ചിട്ട് കൈ കുറച്ച് മുന്നിലേക്ക് വെച്ച് പതുക്കെ നമ്മൾ കോബ്ര പോസിലേക്ക് അല്ലേ, സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. കാല് ചേർന്നിരിക്കണം. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മിക്ക ആളുകളും കാണാറുണ്ട് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കും. കൈക്ക് ബലക്കുറവുള്ളത് കൊണ്ടാണ് അത് വരുന്നത് അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, 2 ഓപ്ഷൻ പറയാം. ഒട്ടും പറ്റാത്തവർ ഇങ്ങനെ നിന്നോളൂ, ഇങ്ങനെ. പക്ഷെ അതിൽ നിന്ന് മാറണം, എല്ലാ ദിവസവും അങ്ങനെ തന്നെ നിൽക്കരുത്. അതും അല്ലെങ്കിൽ നിങ്ങൾ കൈകൾ കുറച്ചിങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ട് കയ്യിൽ താങ്ങട്ടെ ലോഡ്, ഇത്ര പൊന്തിയാലും മതി. നമ്മൾ അരക്കെട്ട് അല്ലേ, ഹിപ്പ് അപ്പർ ബോഡി വളയട്ടെ, ഒന്ന് വളഞ്ഞു. ചെസ്റ്റ് ഓപ്പൺ ആയിരിക്കട്ടെ, ഷോൾഡർ റിലാക്സ് ചെയ്യട്ടെ. ഷോൾഡർ ഇങ്ങനെ കൂടി നിൽക്കണ്ട, നമ്മുടെ വെയിറ്റ് കൈ താങ്ങിക്കോട്ടെ. മുൻപിലേക്ക് നോക്കുക, ഒന്ന് അനങ്ങാതെ നിന്നിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് നേരെ മുട്ട് കുത്തിയിട്ട് കാല് നേരെ മുകളിലേക്കൊന്ന് ഉയരട്ടെ. കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക. ഫസ്റ്റ് വേണമെങ്കിൽ കുറച്ച് തവണ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളിങ്ങനെ കാല് വെച്ചിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ അപ്പർ ബോഡി ബാക്കിലേക്ക് തള്ളുന്ന സമയത്ത് എല്ലാവർക്കും അതങ്ങനെ അല്ലേ പതിച്ച് വെക്കാനൊന്നും പറ്റില്ല, പ്രയാസമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈ കുത്തിയിട്ട് നമ്മളിങ്ങനെ നിൽക്കരുത്, ബാക്കിലേക്ക് മാക്സിമം തള്ളി നിന്നു. നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗമല്ലേ, ചെസ്റ്റിൻ്റെ ഭാഗം ഓപ്പൺ ആയിരിക്കുകയാണ്. എന്നിട്ട് കാലുകൾ ഇങ്ങനെ ചെയ്യുക, ഒന്ന് മടക്കി നിവർത്തുക. 1 by 1 ആയിട്ട് 1 2 3. അപ്പോൾ ഈ കാലിങ്ങനെ ഒരു കാല് മടക്കുമ്പോൾ മറ്റേ കാല് നിവർത്തിയില്ലേ, മറ്റേ കാല് ശരിക്കും ആ ഹീൽ അവിടെ തട്ടിക്കാൻ വേണ്ടി നോക്കുക. 6 7 8, അതിന് വേണ്ടിയൊരു ശ്രമം. 9 10 1 2 3 4 5 6 7. ഇനി 2 കാലും അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിലേക്ക് തള്ളി അമർത്തി കൊടുത്ത് ഹോൾഡ്, അതിലൊന്ന് ഹോൾഡ് ചെയ്യാം. പതുക്കെ നിവർന്ന് വരാം. എന്നിട്ട് നമ്മുടെ കൈകൾ ഇങ്ങനെ കൈ കുത്തിയിട്ട് അവിടെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഒരിക്കലും നട്ടലിന് ഈ ഒരു ആക്ഷൻ കൊടുക്കരുത് കേട്ടോ. നട്ടലിലൊക്കെ ശരിക്കും സ്ട്രെച്ച് നിവർത്തി ഫ്ലോറിന് പാരലായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ മുട്ട് കുത്തി നേരെ വജ്രാസനം, കാലിലേക്ക് ഇരുന്നു റിലാക്സ്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ കൈകളൊക്കെ ഓപ്പൺ ആക്കി വെച്ച് അനങ്ങാതിരിക്കും. ഓക്കെ, റിലാക്സ്. നമ്മുടെ കൈക്ക് ഒരു കടച്ചിലൊക്കെ തോന്നുകയാണെങ്കിൽ വിരലുകളൊന്ന് ചുരുട്ടി നിവർത്തുക. എന്നിട്ട് കൈ ഒന്ന് മുന്നോട്ട് പതിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തു, ഇങ്ങനെ നിന്നു. അതിനുശേഷം ഒരു കാലെടുത്ത് മുന്നോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യുക. പരക്കെട്ട് മാക്സിമം താഴ്ത്തി പിടിക്കുക കേട്ടോ. ഹോൾഡ് ചെയ്യണേ. ഓക്കെ, ആ കാല് പുറകിലേക്ക് വെച്ചു, അടുത്ത കാല് കയറ്റി വെച്ചു.
ആ കാല് പുറകിലേക്ക്. നെക്സ്റ്റ് വൺ ചേഞ്ച്. 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 ഓക്കെ, റിലാക്സ്. നേരെ കാലിലേക്ക് ഇരുന്ന് വീണ്ടും ഒന്ന് റെസ്റ്റ് കൊടുക്കാം. വീണ്ടും അതേപോലെ കൈകുത്തി നിന്നു. നമ്മൾ ഒരു കാല് മുന്നോട്ട് കയറ്റി വെച്ചു, നേരത്തെ ചെയ്ത സെയിം കാര്യം. എന്നിട്ട് നമ്മൾ പുഷപ്സ് ചെയ്യുന്ന പോലെ ജസ്റ്റ് പേടിക്കാതെ ചെയ്താൽ മതി. അരക്കെട്ട് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആവാനാണ്. 1 പൊന്തി വരിക, 2 3 4 5 6. കാല് മാക്സിമം നിവർത്തി പിടിച്ചോളൂ കഴിയുമെങ്കിൽ. 7 8 9 10. കാല് ചേഞ്ച് ചെയ്യാം. അടുത്ത കാല് മുന്നോട്ട് കയറ്റി വെച്ച് കഴിയുന്നത് പോലെ നമ്മളൊരു ആക്ഷൻ കൊടുക്കുക കേട്ടോ, ചെയ്യാതിരിക്കേണ്ട. റെഡി, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. ലാസ്റ്റ് വൺ 10. വീണ്ടും കാലിലേക്ക് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യുക. നമ്മുടെ കൈകൾ, ഒരു കൈ ബാക്കിലേക്ക് മടക്കുക, മറ്റേ കൈ കൊണ്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തേ. ഹോൾഡ് ചെയ്തോളൂ. ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ കൈ കുത്തി നിൽക്കുക. അതേപോലെ തന്നെ ഒരു കാല് മുന്നോട്ട് മാക്സിമം ഒന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് നമ്മുടെ കാൽപാദം പുറത്തേക്കാണുള്ളത്. എന്നിട്ട് നമ്മൾ പതുക്കെ കൈയുടെ സപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടാവുക, കൈയുടെ സപ്പോർട്ടിൽ പതുക്കെ അതിന് മേലേക്ക് ഒന്ന് നിന്ന് നോക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആവുന്നു, കാല് വലിയുന്നു അല്ലേ, സൈഡൊക്കെ. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ കാലിന് മുകളിലൂടെ മുന്നിലേക്ക് ഒന്ന് കിടക്കുക. ഇവിടെ അനങ്ങാതെ ഹോൾഡ് ചെയ്തോളൂ കുറച്ച് സമയം. പതുക്കെ ബ്രീത്ത് എടുത്ത് നിവർന്ന് വരാം. എന്നിട്ട് ആ കാല് നമ്മൾ ചേഞ്ച് ചെയ്തു, പിറകിലേക്ക് വെച്ചു. അടുത്ത കാല് കയറ്റി വെക്കാം, മാക്സിമം മുന്നിലേക്ക് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് യോഗ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലേക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാം. പതുക്കെ കാലിന് മേലേക്ക് വന്നു നമ്മൾ. എന്നിട്ട് ബ്രീത്ത് ഔട്ട്. പതുക്കെ കാലിന് മുകളിലൂടെ താഴേക്ക് കിടന്നു. പതുക്കെ നിവർന്ന് വരാം. കൈയുടെ സപ്പോർട്ടിൽ നിവർന്ന് വന്നു. കാല് പുറകിലേക്ക് വെച്ചു. ജസ്റ്റ് ഒന്ന് റിലാക്സ്. വീണ്ടും ഇരുന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. ഇതേപോലെ പതുക്കെ ഇനി മാറ്റിലേക്ക് മലർന്ന് കിടക്കുക.
2 കാലുകളും നമ്മളൊന്ന് മടക്കുകയാണ് ഫസ്റ്റ്. നമ്മുടെ സ്പൈൻ ഏകദേശം ഫ്ലോറിലേക്ക് ഒന്ന് പ്രസ് ചെയ്യണം. ആ ഭാഗത്തിനൊരു മസാജ് കിട്ടും. എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ആ രീതി. അപ്പോൾ ആദ്യം കാലുകൾ രണ്ടും മടക്കി, എന്നിട്ട് തലയൊക്കെ നേരെ വെച്ച് ഈ കാലുകളെ പിടിച്ചിട്ടൊന്ന് വയറിലേക്കൊന്ന് അമർത്തുക, അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് അമർത്തുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബട്ടക്സ് ഇങ്ങനെ പൊന്തരുത്. ബട്ടക്സ് താഴെ വശം വരെ നിലത്ത് നിർത്തിക്കൊണ്ട് 2 കാലിനെയും പ്രസ് ചെയ്ത് ലോഡ് കൊടുത്തു, കൈ കൊണ്ടൊന്ന് ബലം കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്പൈൻ ഏകദേശം മുഴുവനായിട്ടും പ്രത്യേകിച്ച് ലംബാർ നിലത്ത് അമർന്ന് നിൽക്കുന്നുണ്ടാവും അല്ലേ. ഹോൾഡ് ചെയ്യാം. പതുക്കെ താഴെ വെച്ചു. കാല് ബട്ടക്സിനടുത്തേക്ക് നീക്കി ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ അരക്കെട്ട് കൈ രണ്ടും നിലത്ത് വെച്ചോളൂ. അരക്കെട്ട് നേരെ മുകളിലേക്ക് പൊന്തിച്ച് മുകളിലേക്ക് തള്ളി ശരിക്ക് വളച്ചു കൊടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക അവിടെ. എങ്ങനെ പതുക്കെ നിലത്തേക്ക് വരട്ടെ. ഒന്നുകൂടി ചെയ്യാം. ബ്രെത്ത് ഇൻ, ഉയരട്ടെ നന്നായിട്ട് മുകളിലേക്ക്, സ്ട്രെച്ച് ടൈറ്റ്. ഡൗൺ, പതുക്കെ നിലത്ത് വെക്കുക. റിലാക്സ്. രണ്ട് കാലുകളും വയറിലേക്ക് മടക്കി, എന്നിട്ട് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്തേ ചുറ്റി പിടിച്ചു ശരിക്ക്. എന്നിട്ട് നമ്മൾ പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് തല ഉയർത്തി ഫേസ് കാൽമുട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം നിൽക്കാം. ഒരു സ്ഥലത്തും നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത് കേട്ടോ. പതുക്കെ കാല് താഴെ വെച്ചു, എന്നിട്ട് റിലാക്സ്, നീട്ടി നിവർത്തി വെച്ച് റെസ്റ്റ് എടുക്കുക. ഇതേ അവസ്ഥയിൽ ഒന്ന് മലർന്ന് കിടക്കാം. മലർന്ന് കിടന്നിട്ട് റെസ്റ്റ് കൊടുക്കാം. ശരീരം മുഴുവനായും വിശ്രമിക്കട്ടെ. ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്തു വിടാം. റിലാക്സ്. സാവധാനം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. കൈയുടെ സപ്പോർട്ടിൽ എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് നിവർന്നിരുന്നിട്ട്
കുറച്ച് തവണ ഒന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അതായത് സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ വെക്കുക. എന്നിട്ട് വളരെ സാവധാനം ബ്രീത്ത് ചെയ്യൂ. അതായത് ശ്വാസത്തിന് മാത്രം ശ്രദ്ധിക്കുക. വളരെ പതുക്കെ ആയിരിക്കണം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്ത് വിടുന്നതും. അത്രയും സമയമെടുത്ത് ഓരോ ബ്രീത്തും ആവട്ടെ. നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. നമ്മൾ തൊട്ട് മുൻപുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട്. അറിയാത്തവർ ജസ്റ്റ് ഇത് നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, നമ്മുടെ റൈറ്റ് നോസിൽ അടച്ചു പിടിക്കൂ തമ്പ് ഉപയോഗിച്ചിട്ട്. ഇപ്പം നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ആ ഒരു പതുക്കെയുള്ള ബ്രീത്തിൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ, അതേ സെയിം പാറ്റേൺ അപ്ലൈ ചെയ്താൽ മതി. ഏറ്റവും സമയമെടുത്ത് പതുക്കെ ചെയ്യാം. നമ്മൾ രണ്ട് റൂട്ടുകൾ അല്ലെങ്കിൽ രണ്ട് ചാനലുകളും ബാലൻസ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, റൈറ്റിലൂടെ എക്സേൽ ചെയ്യുക. റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യൂ, ക്ലോസ് ചെയ്തു, ലെഫ്റ്റിലൂടെ എക്സേൽ. കണ്ടിന്യൂ ചെയ്യൂ. കുറച്ച് സമയം ചെയ്തുകൊണ്ടേയിരിക്കുക.
തുടങ്ങിയ ഭാഗത്തൂടെ തന്നെ അവസാനിപ്പിക്കുക. ശേഷം കണ്ണ് തുറക്കാതെ അതേ അവസ്ഥയിൽ തന്നെ ഒരു 5 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കാം നമുക്ക്, കണ്ണ് തുറക്കാതെ. അതിനുശേഷം പതുക്കെ റിലീസ് ചെയ്യാവുന്നതാണ്.